ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് അവിടെ കാണിക്കുന്നത് വളരെ ഈസി ആയിട്ട് എല്ലാവർക്കും തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു പുഡിങ്ങിന്റെ റെസിപ്പിയാണ് കേട്ടാ. ഒരു പാക്കറ്റ് പാലുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഈ പുഡിങ് തയ്യാറാക്കി എടുക്കാവുന്നതാണ്. ഈ പുഡിങ് തയ്യാറാക്കാനായിട്ട് ആദ്യം ഒരു ബൗളിലേക്ക് അരക്കപ്പ് പാൽ ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് 1/4 കപ്പ് കോൺഫ്ലവർ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. പാലിൽ കോൺഫ്ലവർ മിക്സ് ചെയ്യുമ്പോൾ ചൂട് പാലാവരുത്, തണുത്ത പാല് വേണം. അതായത് നോർമൽ തണുപ്പ് കേട്ടാ. ഇനി ഇത് മാറ്റി വെക്കാം. ഇനി ഒരു പാനിലേക്ക് 2 കപ്പ് പാൽ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് അതൊന്ന് തിളപ്പിച്ചെടുക്കണം. 250 ml കപ്പിലാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഇതിപ്പോ ഞാൻ വീട്ടിൽ വാങ്ങിക്കുന്ന പാലാണ്. അപ്പൊ ഒരു പാക്കറ്റ് പാലുണ്ടെങ്കിൽ 1/4 കപ്പ് പാലില് കോൺഫ്ലവർ മിക്സ് ചെയ്തെടുത്താൽ മതി കേട്ടാ. ഈ പാലൊന്ന് തിളച്ച് വരണം. പുഡിങ് തയ്യാറാക്കാനായിട്ട് പാക്കറ്റ് പാലാണ് നല്ലത്. അതാവുമ്പോ ഫുൾ ഫാറ്റ് പാലാണല്ലോ. ഇനി ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ഇട്ട് കൊടുക്കുന്നത്. 1/3 കപ്പാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. അരക്കപ്പോളം പഞ്ചസാര ഇതിലേക്ക് ആവാട്ടാ. ഇതാകുമ്പോ ഒരു നോർമൽ മധുരമാണ് കേട്ടോ. മധുരം കൂടുതൽ വേണ്ടവർക്ക് 1/2 കപ്പ് ഇട്ടാൽ മതി. ഇനി ഇതൊന്ന് നന്നായി തിളച്ചിട്ട് ആ പാലും പഞ്ചസാര ഒക്കെ നന്നായിട്ടൊന്ന് മിക്സ് ആയി വരണം. ഇപ്പൊ പാലൊക്കെ നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കോൺഫ്ലവറിന്റെ മിക്സ് ഒഴിച്ചു കൊടുക്കാം. കോൺഫ്ലവറിന്റെ മിക്സ് ഒഴിച്ചു കൊടുക്കുമ്പോൾ നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം വേണം ഒഴിച്ചു കൊടുക്കാനായിട്ട്. ഒഴിച്ചു കൊടുക്കുന്നതോടൊപ്പം തന്നെ നന്നായിട്ട് തന്നെ ഇളക്കിക്കൊണ്ടേ നിൽക്കണം, അതല്ലെങ്കിൽ കട്ട പിടിക്കും. പെട്ടെന്ന് തന്നെ തിക്കായി വരും ഇട്ടത്. കോൺഫ്ലവർ ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് തിക്കായി വരും. ഇപ്പൊ കണ്ടില്ലേ, നന്നായിട്ട് തന്നെ തിക്കായി വന്നിട്ടുണ്ട്. ഇനി കുറച്ചും കൂടി ഒന്ന് ഇളക്കിയെടുക്കാം. അപ്പൊ ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുത്താൽ മതി കേട്ടാ. നന്നായിട്ട് തന്നെ ഇളക്കിക്കൊണ്ടേ നിൽക്കണം. ഇനി ഇതിലേക്ക് മധുരം ബാലൻസ് ചെയ്യാനായിട്ട് ഒരു നുള്ളു ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടാ. ഉപ്പിട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കാം. ഇനി കുറച്ചും കൂടി തിക്കായി വന്നാൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം കേട്ടാ. ഇതിപ്പോ പാകത്തിന് കുറുകി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് ഒഴിച്ച് സെറ്റ് ആക്കാനായിട്ട് ഒരു പാത്രം തയ്യാറാക്കി വെക്കണം. സ്റ്റീൽ പാത്രമൊക്കെ ആണെങ്കിൽ അതിൽ കുറച്ച് നെയ്യൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. ഞാനിപ്പോ ഒരു പുഡിംഗ് ട്രേ ആണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് നമ്മുടെ പുഡിംഗ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇതൊന്ന് ചൂടാറി വരട്ടെ. അതിനുശേഷം നമുക്കതൊന്ന് ഫ്രിഡ്ജിൽ വെച്ചിട്ടും കൂടി ഒന്ന് തണുപ്പിച്ചെടുക്കണം. ഫ്രിഡ്ജിൽ വെച്ചില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. പക്ഷെ ഒന്ന് തണുപ്പിച്ച് കഴിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ആണ്. ഇപ്പൊ നന്നായിട്ട് തന്നെ തണുത്ത് വന്നിട്ടുണ്ട്. തണുത്തതിന് ശേഷം ഒരു ക്ലിംഗ് റാപ്പ് വെച്ചിട്ട് ഒന്ന് കവർ ചെയ്തെടുക്കാം. അതല്ലെങ്കിൽ അലുമിനിയം ഫോയിൽ അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പാത്രം വെച്ചിട്ടായാലും മതി. ഒന്ന് അടച്ചു വെച്ച് ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഒന്ന് തണുപ്പിച്ചെടുക്കാം. അപ്പൊ ഫ്രിഡ്ജിൽ നിന്ന് വെള്ളം വീഴാതിരിക്കാനായിട്ട് ഇങ്ങനെ ചെയ്യുന്നത്. ഇപ്പൊ നന്നായിട്ട് തന്നെ കവർ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പൊ ഞാനിത് ചെയ്യുന്നത് രാത്രിയിലാണ് കേട്ടോ. അപ്പൊ രാവിലെയാണ് ഞാനിത് പുറത്തേക്ക് എടുക്കുന്നത്. രാവിലെ കവറൊക്കെ മാറ്റി എടുക്കുന്നുണ്ട്. ഇനി ഇതൊരു പാത്രത്തിലേക്ക് ഒന്ന് കമിഴ്ത്തി കൊടുക്കാം. അപ്പൊ നന്നായിട്ട് തന്നെ തണുത്ത് വന്നിട്ടുണ്ട് കേട്ടാ. ഇനി ഒരു പാത്രം മുകളിൽ വെച്ച് കൊടുത്തിട്ട് അതിലേക്ക് കമിഴ്ത്തി എടുക്കാം. പെട്ടെന്ന് തന്നെ വിട്ടുപോരുട്ടത്. അപ്പോൾ പാലും കോൺഫ്ലവർ ഉണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റിയ സോഫ്റ്റ് ആൻഡ് സ്വീറ്റ് ആയ ഒരു പാൽ പുഡിംഗ് ആണ് ഞാൻ ഇവിടെ കാണിച്ചത്. ഇനി ഇതിൽ കുറച്ച് പണിയും കൂടി ഉണ്ട്. അപ്പൊ ഞാൻ സ്പീഡായിട്ടാണ് കട്ട് ചെയ്ത് കാണിച്ചിട്ടുള്ളത് കേട്ടാ. പതുക്കെ വേണം കട്ട് ചെയ്യാനായിട്ട്. ഇപ്പൊ ഇത് കട്ട് ചെയ്യുമ്പോ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും നല്ല സോഫ്റ്റ് ആണെന്ന്. ഇത് ടേസ്റ്റ് കൂടാനായിട്ട് ഒരു കാര്യം കൂടി ചെയ്യുന്നുണ്ട് കേട്ടാ. ഞാൻ ഒരു പാക്കറ്റ് പാൽപ്പൊടി വാങ്ങിയിട്ടുണ്ട്. 10 രൂപ ഉള്ളോട്ടതിന്. അപ്പൊ വീട്ടിൽ പാൽപ്പൊടി ഉണ്ടെങ്കിൽ ഇത് വാങ്ങിക്കേണ്ട കാര്യമില്ല. അപ്പൊ എന്റെ വീട്ടിൽ പാൽപ്പൊടി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ഇത് വാങ്ങിച്ചത് കേട്ടാ. അതൊരു പാത്രത്തിൽ ഇട്ട് കൊടുത്തിട്ട് ഇതൊന്ന് അതിൽ കോട്ട് ചെയ്തെടുക്കണം. അത്രേ ഉള്ളൂ കേട്ടാ. അപ്പൊ ഒരു ഭംഗിയുണ്ട്, നല്ല ടേസ്റ്റും ആണ് കേട്ടോ. കാണാനും ഭംഗിയാണ്, കഴിക്കാനും ടേസ്റ്റും ആണ്. ഇപ്പൊ കണ്ടില്ല, എല്ലാം ഞാൻ ആ പാൽപ്പൊടിയിൽ ഒന്ന് കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അടിപൊളി ടേസ്റ്റ് ഉള്ള ഒരു പാൽപുഡിങ്ങിന്റെ റെസിപ്പിയാണ് കേട്ടത്. എല്ലാവരും ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കണം. വളരെ ഈസിയാണ് ചെയ്യാനായിട്ട്. കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടും. കുട്ടികൾക്ക് മാത്രമല്ല മുതിർന്നവർക്ക് ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയാണ് കേട്ടാ. ഈ ഒരു പാൽപുഡിങ്ങിന്റെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ മറക്കാതെ തന്നെ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യാട്ടോ. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. അടുത്ത നല്ലൊരു വീഡിയോ വരെ നമുക്ക് വീണ്ടും കാണാം. താങ്ക്